ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് നാം വായിക്കുന്നു. ശക്തി വേണ്ടത് ബലഹീനതയിലാണല്ലോ. ബലഹീനത എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ നിലകളിലാണ് ബലഹീനതകളുള്ളത്. ആ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകൾ തനിക്ക് നേരിടുവാനിടയായിത്തീർന്നു. ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും ചിന്തയിലും ഒക്കെ വലിയ ബലഹീനതകളുണ്ടായിരുന്നു. എന്നാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ആ സഭയിലുള്ള ദൈവമക്കളോടും അവർക്കുള്ള ദൂതും ആലോചനയും കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ താൻ തന്നെ സമർപ്പിതനായിട്ട് പറയുന്ന ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് താൻ പറഞ്ഞ വാക്കുകളാണ്, എന്നെ ശക്തനാക്കുന്നവൻ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവമാണ് നിങ്ങളെ ഓരോ ദിവസവും ഓരോ നാഴികയിലും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവശക്തി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അത് പൗലോസിന് അറിയാവുന്നത് കൊണ്ട് ദൈവസഭയ്ക്ക് ദൂത് കൊടുക്കുകയാണ്. നിങ്ങൾ സ്വയം ബലത്തിലല്ല ജീവിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം ബലത്തിൽ ജീവിക്കാനുള്ള നന്മയുണ്ടാകാം, അതിനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാകാം, ആൾക്കാരുണ്ടാകാം. എനിക്ക് അവരുടെ സപ്പോർട്ടുണ്ട്, ആ ബലത്തിൽ ഞാൻ ജീവിക്കും. എനിക്ക് പണമുണ്ട്, അതുകൊണ്ട് ആ ബലത്തിൽ ഞാൻ ജീവിക്കും. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എന്നെ ആരും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാലും എത്ര സമയം വേണം ഈ ആരോഗ്യം നഷ്ടപ്പെടാൻ? എത്ര സമയം വേണം ഈ പണമൊക്കെ നഷ്ടപ്പെടാൻ? ഈ ആൾക്കാരൊക്കെ നമ്മളെ വിട്ട് ഓടുവാൻ എത്ര സമയം വേണം? അതുകൊണ്ട് ലോകം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ധരിച്ച് നമ്മൾ ശക്തനായി ഞാനാണ് ശക്തിമാനെന്ന് പറഞ്ഞാലും ദൈവം കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാണ്. ദൈവം കൂടെയുണ്ട്. ലോകം മുഴുവനും നമുക്കെതിരായാലും നമുക്ക് ഒന്നും ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. കാരണം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ കൂടെ ഉള്ളിടത്തോളം കാലം ഒന്നിനാലും നമ്മൾ ഭയപ്പെടുകയോ ഭീതിപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട. സർവശക്തനായ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, ഭയപ്പെടേണ്ട. ബാക്കി നിങ്ങളങ്ങ് ചേർത്തോണം. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. ആ ദൈവം പൗലോസ് അപ്പോസ്തലനോട് ദൈവത്തിൻ്റെ ദാസനെ ശക്തീകരിച്ചത് നമ്മളോടും കൂടെ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, എന്നെ ശക്തനാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ ദൈവം നിങ്ങളെയും ശക്തീകരിക്കും. ഏതെല്ലാം നിലകളിൽ ശക്തീകരിക്കണം, ഏതെല്ലാം നിലകളിൽ ബലപ്പെടുത്തണം, അതിനെല്ലാം ദൈവം മതിയായവനാണ്. ദൈവം മതിയായവൻ. അപ്പോൾ നമുക്കും ആ വചനം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്തോത്രത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കും തരുന്ന ശക്തി അനുസരിച്ച് മറ്റുള്ളവരോടും പറയാം. ബലഹീനതയും ക്ഷീണമൊക്കെ അനുഭവിക്കുന്നവരുണ്ടല്ലോ. ചിലരോട് ചോദിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, ഒരു സുഖവും ഇല്ലെന്നേ, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പറയണം, എന്നേക്കും ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, എന്നാൽ എന്നെ ശക്തനാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്കും ദൈവം തരും. നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം അവിടെ വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുന്ന സാന്നിധ്യത്തെ ദൈവശക്തിയായി ബലപ്പെടുത്തി നമ്മളെ ഹല്ലേലൂയ, എത്രയോ ദിവസം ക്ഷീണിച്ച് കിടന്ന് നമുക്ക് പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എന്നെ ശക്തനാക്കുന്നവൻ ഇറങ്ങി വരും. ആ വിശ്വാസത്താൽ നമുക്ക് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ മതിയാകുന്ന ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ചതിന് സ്തോത്രം. തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തും. ഞങ്ങളുടെ ബലഹീനതകളിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിനായ സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.